ആദ്യം ഉണ്ടായ ചക്കയാണ്. അത് നമ്മുടെ UK കൊണ്ടുവന്നത്. അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട്. അതിനുശേഷം അത് ഫ്രീസറിൽ നിന്ന് എടുത്തത് ഒന്ന് നന്നായി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച്. അതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഞാൻ ഈ ശർക്കര പാനിയും ഈ ചക്കയും കൂടി ഒന്ന് ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. അതൊന്നും കൂടി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് ഏലക്ക എടുത്ത് ഇവിടെ ചതക്കണ കല്ലുണ്ട്. ആ ചക്ക ചതക്കണ കല്ലിലിട്ട് ഏലക്ക ഒന്ന് നന്നായി പൊടിച്ചെടുത്ത് ആ പൊടിയെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ ഏലക്കാപ്പൊടി അങ്ങോട്ട് തൂവുക. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. ഒരു തേങ്ങ നമ്മൾ ചിരകിയെടുത്തത് അരിപ്പൊടിയാണ്. അതിലേക്ക് തിളച്ച വെള്ളവും അരിപ്പൊടിയും തേങ്ങയും കൂടി ഇട്ട് പിന്നെ നമ്മൾ ഈ ചക്കയും അതിൻ്റെ അകത്തേക്ക് ഇട്ടു. രണ്ടും കൂടി നന്നായി കുഴച്ച് നല്ല പാകം വരുത്തി. ഇവിടെ ഇല കിട്ടാനില്ല. UK എവിടെ വാഴയില കിട്ടാനാണ്? ഇവിടുത്തെ അലൂമിനിയം ഫോയിലാണ്. അതിലേക്ക് നമ്മൾ നല്ലോണം നല്ല തിന്നായിട്ട് പരത്തി നല്ല സ്ക്വയറിൽ പരത്തി എടുക്കുക. അതിന് ശേഷം അത് ആ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമ്മൾ 2 വശം കൂടി കുത്തിയാൽ മതി കേട്ടോ. നല്ലൊരു ഹോളിട്ട് കൊടുക്കുക. അങ്ങനെ നന്നായി ഹോളിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ പരത്തി വയ്ക്കുക. നമ്മൾ സ്റ്റീമറിലേക്ക് അവിടെ വയ്ക്കുക. നമ്മുടെ സ്റ്റീമർ വളരെ ചെറുതാണ്. അപ്പോൾ അതിലൊരു 2 എണ്ണം വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം വയ്ക്കുക. വെച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് ഒരു ആവി അതിന് വിസിൽ വരും. ആ വിസിൽ വരുമ്പോൾ നമ്മൾ എടുത്താൽ മതി. ഒറ്റൊരു വിസിൽ. അപ്പോൾ അതിന് ശേഷം അതെടുത്ത് നോക്കും. ഞാൻ 3-4 എണ്ണം വേവിച്ചു. അതെടുത്തു. ഒരെണ്ണത്തിൽ ശർക്കര കുറവാണ് കേട്ടോ. അതിൽ എനിക്ക് അത്ര മധുരം വേണ്ട. അതുകൊണ്ട് അതാണ് 2 കളറുണ്ട് അതിന്. ഒരെണ്ണത്തിന് കളറ് കുറവും ബാക്കി നല്ല കളറുള്ള ചക്കടയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നാട്ടിലെ ചക്ക UK നമ്മൾ കഴിച്ചു നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചക്കട ഉണ്ടാക്കാൻ വാഴയില ഇല്ലെങ്കിലും അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ.